അതെ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഈ ഭർത്താവിൻ്റെയും മക്കളുടെയും ഭാര്യ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മുടെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും നമ്മളെ എല്ലാവരും കൂടെ ചേർന്നിരുന്നു, അതായത് ഭാര്യ ഭർത്താവ് മക്കൾ, നമ്മൾ ഇത്രയും പേരും കൂടെ ചേർന്നിരുന്ന് അത് ആലോചിക്കണം. അതെന്താണ് സംഭവം, എങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അല്ലാതെ മറ്റുള്ളവരോട് അത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവർ പറയും ആദ്യം പറയും അയ്യോ കഷ്ടമായി പോയി എന്ന് പറയും. പിന്നീട് അവർ പറയുന്നത് എന്താണെന്നറിയാമോ, അവർക്ക് അത് തന്നെ വേണം, അത്യാവശ്യമാണെന്ന് പറയും. പക്ഷെ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടെത്തി നമ്മളതിന് പരിഹാരം കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു രാത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പകലും ഉണ്ട്. അതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സൊല്യൂഷനും നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത സൊല്യൂഷനായിട്ട് ഒന്നുമില്ല. അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മുടെ ഈ പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കുന്നു എന്നൊരു പഴമൊഴി പണ്ടുള്ളവർ പറയുന്നില്ല, അതൊരിക്കലും ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഒതുക്കി അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് ഉത്തമമെന്നാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ.